ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ എക്സാം ഒക്കെ ആയിട്ട് പഠിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും എക്സാം ദിവസത്തെ വ്ളോഗുകളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാം ആയിട്ട് ഭയങ്കര സന്തോഷമായതുകൊണ്ട് കുറച്ചൊന്നും ഒരുങ്ങി സെറ്റപ്പ് ആയിട്ടൊക്കെ പോകാന്ന് വിചാരിച്ചു. ഈ സമയം കൊണ്ട് 4 അക്ഷരം പഠിച്ചൂടെ കൊച്ച എന്ന് ചിന്തിക്കുന്നവർ ഇനി പഠിച്ചാൽ ഞാൻ തലച്ചോറ് പൊട്ടിത്തെറിച്ച് മരിക്കും. പഠിക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത്. എക്സാം പാടായിരുന്നോ ഈസി ആയിരുന്നോ എന്നുള്ളതല്ല, എക്സാം കഴിഞ്ഞു, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. എന്താണെന്നറിഞ്ഞൂടാ, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതുന്നോണ്ടായിരിക്കും എക്സാം കഴിഞ്ഞാൽ എന്നും ഒരു തലവേദനയായിരിക്കും, വയറ് കത്തുന്ന പോലെ വിശപ്പുമായിരിക്കും. എക്സാം തീരുമ്പോൾ 2 കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക. 2, പോത്ത് പോലെ കിടന്നുറങ്ങുക. അങ്ങനെ ഞാനൊരു ബിരിയാണിയൊക്കെ പാഴ്സലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നല്ലപോലെ കുഴച്ച് കഴിച്ചു. ആ കൈ കണ്ടില്ലേ, എക്സാം എഴുതി പടർന്ന മഷി പോലെ ഞാൻ വായിച്ച് കളഞ്ഞിട്ടില്ല. അത്രയും ആക്രാന്തത്തിൽ ഫുള്ളിരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പോൾ എന്തോ കിട്ടുന്നൊരു സമാധാനം ഭയങ്കര വലുതാണ്. കാരണം എക്സാം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് ഒരു സുഖമാണല്ലോ. അങ്ങനെ ഒരു കോൺ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് അതും പതിയിരുന്ന് കഴിച്ചു. പിന്നെ ഒരു 4-5 മണിക്കൂർ എനിക്കൊന്നും ഓർമ്മയില്ല, പോത്ത് പോലെ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇവിടെ പൊങ്കാലയൊക്കെ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പായസം ഇരിപ്പുണ്ടായിരുന്നു, അതും കഴിച്ചു. ഓ, എന്തൊരു സമാധാനം അല്ലേ.